കരങ്ങളൊക്കെ ഒന്ന് കോർത്ത് പിടിച്ച്. ഈ ആഴ്ചയിൽ 2-3 പ്രത്യേകതകളുണ്ട്. ഒന്നെന്തായിരുന്നറിയാവോ? വിശുദ്ധ മിഖായേലിൻ്റെയും വിശുദ്ധ ഹെബ്രയേലിൻ്റെയും വിശുദ്ധ റാഫേലിൻ്റെയും മുഖ്യ ദൂതന്മാരുടെ തിരുനാളായിരുന്നു. എന്ന് അറിഞ്ഞോമല്ലോ. എന്നായിരുന്നു തിരുനാൾ? തിങ്കളാഴ്ച തിരുനാളായിരുന്നു. ഇവർ നമുക്ക് വേണം. ഇവരെ കൂടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ദൈവം നമ്മളെ കാക്കാൻ, ദൈവം നമ്മളെ സംരക്ഷിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മാലാഖമാരാണ് ഈ 3 മാലാഖമാർ. വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന അറിയാവുന്നൊരു കൈപൊക്കിക്ക് എന്നും ചെല്ലുന്നവർ. ഓക്കെ, ഇവിടെ കുറവാണേ, പഠിക്കണേ. നമുക്ക് ഒരുമിച്ചൊന്ന് ചെല്ലാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ. അങ്ങനെയാണല്ലോ തിരുസഭ തൻ്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിന് മുൻപിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലാൽ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. ഇനി കോർത്ത് പിടിച്ച കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മളൊരു വചനം ശ്രവിക്കുകയാണ്. കണ്ടോ, നമ്മുടെ ആ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം എന്താ സംഭവിക്കുന്നത്. വിശുദ്ധ മിഖായേലിൻ്റെ മാധ്യസ്ഥം തേടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആ പ്രാർത്ഥനയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വചനം ഞാൻ വായിക്കാം. വെളിപാട് 12:7 ഞാൻ ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളും കൂടെ ചേർന്ന് വായിക്കണം. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതെയായി. കണ്ടോ, അപ്പം ദൈവത്തിൻ്റെ രാജ്യവും പിശാചിൻ്റെ രാജ്യവും തമ്മിലുള്ളൊരു യുദ്ധം എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. സ്വർഗം യുദ്ധം ചെയ്യുവാണ്. ആരോട്? സാത്താനോട്, സാത്താൻ്റെ ലോകത്തോട്. അപ്പം ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന മിഖായേലാണ് വിശുദ്ധ മിഖായേൽ മാലാഖ. ആമേൻ, ഹല്ലേലൂയ. ഇതുപോലെ നമ്മളും സ്വർഗരാജ്യത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുമ്പോൾ, സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ സാത്താൻ എന്തു ചെയ്യും? എപ്പോഴും നമ്മളോട് ഇങ്ങനെ പടപെടുത്തിക്കൊണ്ടിരിക്കും, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് വേണ്ടി ആര് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്ത് നമ്മളെ വിജയിപ്പിക്കണം? വിശുദ്ധ മിഖായേൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ യുദ്ധം ചെയ്ത് നമ്മളെ ഓരോരുത്തരെയും വിജയിപ്പിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉറക്കെ നിങ്ങൾ പറയണേ, അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലെന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് വിശുദ്ധ മിഖായേലിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ, നമ്മുടെ മേലുള്ള തിന്മയുടെ എല്ലാ പൈശാചിക ശക്തികളെയും ചെറുത്ത് തോൽപ്പിച്ച് നമ്മളെ സ്വതന്ത്രരാക്കുന്ന, അതായത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ദേശത്തിനും വിശുദ്ധ മിഖായേലിൻ്റെ ശക്തമായ സാന്നിധ്യവും മാധ്യസ്ഥവും ലഭിക്കുന്നതിന് വേണ്ടി വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സകല മാലാഖമാരോട് വിശുദ്ധരോടും സന്നിധിയിലേക്ക് കരങ്ങൾ ശ്രദ്ധിക്കുന്നു.
ഇനി നമുക്ക് വേറൊരു വചനം ശ്രദ്ധിക്കാം. കണ്ടോ, 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയായിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു, ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഉണ്ടോ, ഒരു ദൈവദൂതൻ. ആ ദൂതൻ ആരാ? ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്തിനാ ഇറങ്ങി വരുന്നത്? പരിശുദ്ധ അമ്മയിലൂടെ ഉള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ദൂതറിയിക്കാൻ. ഈ കരങ്ങൾ കൂപ്പിപ്പിടിച്ച്, ഇങ്ങനെ ഒരു ഗബ്രിയേൽ മാലാഖയുടെ ഇടപെടൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും നടക്കണം. സ്വർഗത്തിന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതി അറിയിക്കാൻ ഇറങ്ങി വരുന്ന ദൂതൻ്റെ പേരാണ് ഗബ്രിയേൽ ദൈവദൂതൻ. നിങ്ങളും ഞാനും ഒക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് തീരുമാനമെടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വല്ലാതെ വിഷമിക്കുന്ന സാഹചര്യങ്ങളിൽ ആദ്യം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതം അറിയാൻ, ദൈവിക വെളിപ്പെടുത്തൽ കിട്ടാൻ, ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാൻ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏത് ദൂതനോടാ? ഗബ്രിയേൽ ദൂതനോട് പ്രാർത്ഥിക്കണം. എന്ത് ചെയ്യണം, എന്താ ചെയ്യേണ്ടത്, എന്താ തീരുമാനമെടുക്കേണ്ടത്? പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുക. എനിക്കറിയേണ്ടത് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് അറിയേണ്ടത്. എന്ത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അതാണ് എനിക്കറിയേണ്ടത്. അതറിയിച്ചു തരുന്ന ദൂതനാണ് ഗബ്രിയേൽ ദൈവദൂതൻ. അപ്പം ഗബ്രിയേൽ ദൈവദൂതൻ വന്നിട്ട് മറിയത്തോട് പറയുകയാണ്, ജനിക്കാൻ പോകുന്ന ശിശുവിനെ കുറിച്ചുള്ള, ദൈവപുത്രൻ്റെ വരവിനെക്കുറിച്ചുള്ള, ദൈവം മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി നിറവേറ്റുന്ന പദ്ധതികളെക്കുറിച്ചൊക്കെയുള്ള ദൈവിക പദ്ധതികളുടെ ചുരുളഴിച്ചു കൊടുക്കുവാണ് ആ ദൂതൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മാതാപിതാക്കളാണ്. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് പല കാര്യങ്ങളും ആശങ്കകളുണ്ട്, ആകുലതകളുണ്ട്. അവരെ എങ്ങോട്ട് വിടണം, എന്ത് ചെയ്യണം, എന്താണ് ദൈവത്തിന് അവരെക്കുറിച്ചുള്ള പദ്ധതി, ഇതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ടതും ചോദിക്കേണ്ടതും ആരോടാണ്? ഗബ്രിയേൽ ദൈവദൂതനോടാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കണ്ടോ, റാഫേൽ മാലാഖയുടെ നമുക്ക് കാണാം. തോബിയാസിന്റെ പുസ്തകം 5-ാമത്തെ 4-ാമത്തെ തിരുവചനം. തോബിയാസ് ഒരാളെ അന്വേഷിച്ചു, റാഫായേലിനെ കണ്ടുമുട്ടി. അവൻ ഒരു ദൈവദൂതനായിരുന്നു. എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല. അവൻ ചോദിച്ചു, തോബിയാസ് കണ്ടുമുട്ടിയ റാഫായേല് ദൈവത്തിൻ്റെ ദൂതനാണെന്നുള്ളത് തോബിയാസിന് മനസ്സിലായില്ല. തോബിയാസ് അത് മനസ്സിലാക്കിയില്ല. അവൻ ചോദിച്ചു, മെതിയായിലെ റഹേസിലേക്ക് എന്നോടുകൂടെ പോരാമോ? ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ? അവൻ റാഫേലിൻ്റെ വാക്കുകൾ അനുസരിച്ച് ധൂപകലശത്തിലെ തീക്കനലിൽ മത്സ്യത്തിൻ്റെ ചങ്കും കരളുമിട്ട് പുകച്ച് മണമേറ്റപ്പോൾ പിശാച് ഈജിപ്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പലായനം ചെയ്തു. ദൂതൻ അവനെ ബന്ധിച്ചു. മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് സാറയോട് പറഞ്ഞു, നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. തോബിയാസ് 11:7 പറയുന്നത്, റാഫേൽ, തോബിയാസ് നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. റാഫേൽ പറയാണ്, തോബിയാസ് നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ റാഫേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. ആമേൻ. ഹല്ലേലൂയ. എത്ര വിശുദ്ധ ദൂതന്മാരാ? 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരാളാണ് റാഫേൽ എന്ന് വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകളുമായിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ദൂതൻ ആരാണ്? റാഫേൽ മാലാഖയാണ്. പിന്നെ റാഫേൽ മാലാഖയുടെ മറ്റൊരു വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ സൗഖ്യത്തിൻ്റെ ആത്മാവാണ്. നമുക്ക് സൗഖ്യം വേണം. ഒന്നെങ്കിൽ നമ്മൾ ശാരീരികമായിട്ട് രോഗികളാണ്, അല്ലെങ്കിൽ നമ്മൾ ആന്തരികമായിട്ട് രോഗികളാണ്. ഇന്നർ ഹീലിംഗ്, ആന്തരിക സൗഖ്യം കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ശാരീരിക സൗഖ്യം കിട്ടണം. പാപത്തിൻ്റെയും തിന്മയുടെയൊക്കെ പരിണതപരമായിട്ട് നമ്മളിലുണ്ടായിരിക്കുന്ന കുറ്റബോധം, സങ്കടം മുതലായ കാര്യങ്ങളെല്ലാം നമുക്ക് വിടുതൽ ലഭിക്കണം.
ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ഒന്നും കൂടെ കരങ്ങൾ കോർത്താം. നമ്മുടെ ദൂതന്മാരാണ്, നമ്മുടെ മാലാഖമാരാണ് നമ്മുടെ സഹോദരങ്ങൾ. അവരുടെ കരം പിടിക്കുക. പലപ്പോഴും നമ്മൾ ഓർത്ത് നോക്കി, സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വന്നതുപോലെ, ഹെബ്രിയേൽ ഇറങ്ങി വന്നതുപോലെ, മിഖായേൽ ഇറങ്ങി വന്നതുപോലെ, റഫായേൽ ഇറങ്ങി വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഒരു മനുഷ്യ രൂപത്തിൽ, ഒരു കൂട്ടുകാരൻ്റെ രൂപത്തിൽ, ഒരു കൂട്ടുകാരുടെ രൂപത്തിൽ, ഒരു വൈദികൻ്റെ രൂപത്തിൽ, ഒരു സിസ്റ്ററിൻ്റെ രൂപത്തിൽ, അപ്പൻ്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ ഈ മാലാഖ വൃന്ദങ്ങൾ എപ്പോഴും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമ്മളിപ്പോഴും മറ്റുള്ളവർക്ക് ഒരു ദൂതൻ്റെ സാന്നിധ്യമായി മാറണം, ഒരു ദൈവദൂതൻ്റെ സാന്നിധ്യമായി മാറണം, ഒരു മാലാഖയുടെ സാന്നിധ്യമായി മാറണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇനി ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് എല്ലാ മാലാഖ വൃന്ദങ്ങളോടും ചേർന്ന് നമുക്ക് ഈശോയെ സ്തുതിക്കാം, ഈശോയെ ആരാധിക്കാം, ഈശോയെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ, നമ്മുടെ കുടുംബത്തെയൊക്കെ ഈ വിശുദ്ധ മിഖായേലിൻ്റെയും വിശുദ്ധ റഫായേലിൻ്റെയും വിശുദ്ധ ഹെബ്രിയേലിൻ്റെയൊക്കെ ശക്തമായ മധ്യസ്ഥന് വിട്ടുകൊടുത്തുകൊണ്ട് അങ്ങ് അയച്ച്, ദൂതന്മാരെ അയച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ വിദൂര സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഹെബ്രിയേൽ മാലാഖ പറഞ്ഞു വിടേണ്ടതാണ്. ഹെബ്രിയേൽ മാലാഖയെ പറഞ്ഞു വിടുക. റഫേൽ മാലാഖയാണ് പറഞ്ഞു വിടണമെങ്കിൽ റഫേൽ മാലാഖയെ പറഞ്ഞു വിടുക. മിഖായേൽ മാലാഖയുടെ ഒരു ദൗത്യമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ നടക്കാറുണ്ടെങ്കിൽ അങ്ങോട്ട് പറഞ്ഞു വിടുക. പ്രിയപ്പെട്ടവർ, എന്നിട്ട് നമുക്കൊന്ന് കരങ്ങൾ കോർത്ത് പിടിച്ച് മാലാഖ ഗണങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനയുമായിട്ട് കടന്നു ചെല്ലുന്ന മാലാഖ ഗണങ്ങളോട് ചേർന്ന്, വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന് നമുക്കൊന്ന് സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കണം. അല്പം ത്യാഗം എടുത്ത് സ്തുതിക്കണം, സ്വരം ഉയർത്തി സ്തുതിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ആരാധന, ആരാധന. സകല വിശുദ്ധരോടും ചേർന്ന് സ്തുതിക്കുന്നത് മാലാഖമാരോട്, ഒരു കോടി മാലാഖമാരോട് ചേർന്ന് സ്തുതിക്കുന്നത്. രോഗശാന്തി വേണ്ടവർക്ക് രോഗശാന്തി ലഭിക്കട്ടെ, ആന്തരിക സൗഖ്യം ലഭിക്കേണ്ടവർക്ക് ആന്തരിക സൗഖ്യം ലഭിക്കട്ടെ, പാപബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതൽ ലഭിക്കേണ്ടവർക്ക് അത് ലഭിക്കട്ടെ. വിശുദ്ധ മിഖായേലിന്റെ ശക്തമായ മധ്യസ്ഥം വഴി പൈശാചിക ബന്ധനങ്ങൾ കഴിയുന്ന വ്യക്തികൾ, പൈശാചിക ബന്ധനമുള്ള കുടുംബങ്ങളൊക്കെ സ്വതന്ത്രമാകട്ടെ. തിന്മയുടെ ദുരാത്മാക്കളെ നമ്മളെ വിട്ടോടട്ടെ. നമുക്ക് വേണ്ടി വിശുദ്ധ മിഖായേൽ യുദ്ധം ചെയ്ത് നമ്മുടെ കുടുംബത്തിന്റെ മേലുള്ള പൈശാചിക ശക്തികൾ നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യപാനത്തിന്റെയോ ഏതെങ്കിലും തരത്തിലുള്ള ദുശ്ശീലങ്ങളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള ജടിക ആസക്തികളുടെയോ ഏതെങ്കിലും തിന്മയുടെ ദുർഭൂതങ്ങൾ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ ദുർഭൂതങ്ങളെല്ലാം വിശുദ്ധ മിഖായേൽ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് തോൽപ്പിക്കട്ടെ. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ ദൂതുമായിട്ട് വിശുദ്ധ ഹെബ്രിയേൽ ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ സന്ദേശം നമ്മളെ അറിയിക്കാൻ വിശുദ്ധ ഹെബ്രിയേൽ ഇറങ്ങി വരട്ടെ. സുഖപ്പെടുത്താൻ വിശുദ്ധ റഫായേൽ ഇറങ്ങി വരട്ടെ. ആമേൻ, 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 ആമേൻ. മുഖ്യദൂതന്മാരുടെ 7 ഗണം മാലാഖമാരെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ഗണങ്ങളെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളുമായി ദൈവത്തിന്റെ മഹത്വത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. ആമേൻ, 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 ആമേൻ. സദാസമയവും ദൈവത്തിന്റെ സ്തുതി ആരാധന സമർപ്പിക്കുന്ന മാലാഖമാരുടെ ഗണം, ആ മാലാഖ ഗണങ്ങളോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വഴി അറിയാത്തവർക്ക് വഴികാട്ടിയായി കടന്നു വരുന്ന റഫേൽ മാലാഖേ കടന്നു വരണമേ. വഴി അറിയാത്തവർക്ക് വഴികാട്ടിയായി കടന്നു വരുന്ന റഫേൽ മാലാഖേ കടന്നു വരണമേ. സുഖപ്പെടുത്തുന്ന റഫേൽ മാലാഖേ, മാറാ രോഗങ്ങളുമായി തീരാവ്യാധികളുമായി ബന്ധനത്തില്, രോഗാവസ്ഥയില്, പൈശാചിക ബന്ധനത്തില് ഇവിടെ ഇരിക്കുന്ന മക്കളുടെ ജീവിതത്തില് ഇടപെട്ടുകൊണ്ട് രോഗശാന്തി നൽകിക്കൊണ്ട് വിശുദ്ധ മാലാഖമാരുടെ മുഖ്യദൂതന്മാരുടെ മാധ്യസ്ഥത്തിന്റെ ശക്തി, സാന്നിധ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന.
അത്ഭുതമായ വിടുതൽ കൈയടിച്ച് പാടാം. തലമുറകൾക്കെങ്ങും അവകാശം അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെങ്ങും അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാതെ ബന്ധനത്തിൽ നിന്നും വിടുതൽ പാടാവോ? അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെങ്ങും അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ ബന്ധനമഴിയട്ടെ തെറ്റുകൾ പൊട്ടട്ടെ കരങ്ങൾ ഉയർത്താവോ? ബന്ധനമഴിയട്ടെ തെറ്റുകൾ പൊട്ടട്ടെ ബന്ധനമഴിയട്ടെ തെറ്റുകൾ പൊട്ടട്ടെ യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ രണ്ടു വശത്തോട്ടും തിരിഞ്ഞ് കരങ്ങളടിച്ച് തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് കരങ്ങളടിച്ച് മറ്റുള്ളവരൊക്കെ ഒന്ന് നോക്കിക്കേ. ഈശോയെ, മാലാഖമാരെ നോക്കിക്കേ. നമ്മുടെ അടുത്ത് നിൽക്കുന്നവരൊക്കെ മാലാഖമാരാ. നമ്മുടെ അടുത്ത് നിൽക്കുന്നവരൊക്കെ ദൈവത്തിന്റെ ദൂതന്മാരാ. അവരൊക്കെ നമുക്ക് ജീവിതത്തിന്റെ പല നിമിഷങ്ങളിൽ സഹായകർത്തവുമായി വരുന്നവരാ. ഈശോയെ, യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ ഈശോയെ ഇടംവലം തിരിഞ്ഞ് മരണത്തെ ജയിച്ചവനേ ഈശോയെ മരണത്തെ ജയിച്ചവനേ ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാണ് കരങ്ങൾ ഉയർത്തി അടിച്ച് ബന്ധനമഴിയട്ടെ ആഗ്രഹിച്ച് ബന്ധനമഴിയാൻ പിശാച് വിട്ടുപോകാൻ ആഗ്രഹിച്ച് ഈ ദേശത്തിന്റെ ദുർബോധങ്ങൾ വിട്ടുപോകട്ടെ. ഇവിടെ കുടുംബത്തിലുള്ള തലമുറകളിലുള്ള കരങ്ങൾ വീശി സ്തുതി ഉയരട്ടെ. ദൈവത്തെ ആരാധിക്കുന്നതിന്റെ സ്വരമുയരുമ്പോൾ ഏത് തിന്മയും ഈ ദേശം വിട്ടു പോകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരികയാണ്. ഒന്നാമത്തെ അനുഗ്രഹം എന്താണ്? രോഗങ്ങളെല്ലാം സൗഖ്യമാക്കപ്പെടും. ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾ സൗഖ്യമുള്ളവരാകും. 2, ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും എല്ലാം ആശീർവദിക്കപ്പെടും. 3, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കും. 4, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ, ആമേൻ, ആമേൻ. 1, ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾ സൗഖ്യമാക്കപ്പെടും. 2, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും നിങ്ങളുടെ ജീവിത മാർഗങ്ങളെല്ലാം ആശീർവദിക്കപ്പെടും. 3, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. 4, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾക്ക് ദീർഘായുസ് നൽകും. ഒന്ന് സ്തുതിച്ചേ ആമേൻ. ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ ഈ 4 അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, മക്കൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഉപജീവന മാർഗം, നിങ്ങളുടെ തൊഴിൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ തൊഴിൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ കൃഷി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ അനുഗ്രഹിക്കുന്നവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദേശം അനുഗ്രഹിക്കപ്പെടും. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതി. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഇന്നത്തെ ദിവസത്തിന് 2 പ്രത്യേകതകളും കൂടെ ഉണ്ട്. ഞാനത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പ്രത്യേകത, ഇന്ന് ഒക്ടോബർ മാസം 1-ാം തീയതി. 1-ാം തീയതിയുടെ പ്രത്യേകതയാണ്. നമ്മൾ
പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥന തുടങ്ങുന്ന ദിവസമാണ്. മാതാവിനോടുള്ള ഭക്തി നമ്മൾ പ്രചരിപ്പിക്കുന്ന, പ്രഘോഷിക്കുന്ന നിമിഷമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡെലിവറൻസ് പ്രെയർ അറിയാവോ? അറിയാവുന്നവരൊന്ന് കൈപ്പൊക്കിക്ക്. ബന്ധന പ്രാർത്ഥന അറിയാവുന്നവർ? ആർക്കും അറിയത്തില്ല. പഠിക്കണോ? പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഏതാ ഈ ഡെലിവറൻസ് പ്രെയർ എന്നറിയാവോ? നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ് ഡെലിവറൻസ് പ്രെയർ. ഹല്ലേലൂയ. ഒരു പുസ്തകം തപ്പിപ്പോകണ്ട, അത് ഹൃദയത്തിലില്ലേ? ഉണ്ടോ? എന്നിട്ട് പിന്നെ നിങ്ങൾ അറിയത്തില്ലെന്ന് പറഞ്ഞത്? ഏറ്റവും വലിയ ബന്ധന പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. നമ്മൾ ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, തൻ്റെ പരിശുദ്ധിയാൽ. അതൊന്ന് ചെല്ലിക്കുവറക്കെ. തൻ്റെ പരിശുദ്ധിയാൽ നാരകീയ ശക്തികളുടെ, ആ വാക്കൊന്ന് പറയണേ, തൻ്റെ പരിശുദ്ധിയാൽ നാരകീയ ശക്തികളുടെ തലയെ തകർത്ത പരിശുദ്ധ കന്യാ മാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും ഈ കൂട്ടായ്മയുടെയും തിരുസഭയുടെയും ഞങ്ങളുടെ സന്യാസഭയുടെയും എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടപൈശാചിക ശക്തികളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ പ്രാർത്ഥന പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ചെല്ലി തന്നെ പഠിക്കണം. ഇവിടെ കൊന്ത ചെല്ലുമ്പോഴേ, വചന കൊന്ത ചെല്ലുമ്പം ഓരോ 10 നന്മ നിറഞ്ഞു പറയും കഴിയുമ്പോഴും ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. ഹല്ലേലൂയ. അത് കാണാതെ പഠിച്ചിട്ട് വീട്ടിൽ പോയി ഇതുപോലെ അങ്ങ് ചെല്ലണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്നറിയാവോ? ഭയങ്കര അഭിഷേകമുള്ള വാക്കുകളാണ് അവിടെ. തൻ്റെ പരിശുദ്ധിയാൽ നാരകീയ ശക്തികളുടെ തലയെ തകർത്ത പരിശുദ്ധ കന്യാമറിയമേ. എന്നിട്ട് നമ്മൾ പറയുകയാണ്, നമ്മുടെ കൂട്ടായ്മയുടെ, നമ്മുടെ കുടുംബത്തിൻ്റെ, തിരുസഭയുടെ, ലോകത്തിൻ്റെ, ശുശ്രൂഷകളുടെ, സന്യസ്തരുടെ, വൈദികരുടെ, നമ്മുടെ ഇടവകയുടെ ഒക്കെ നാശം ആഗ്രഹിക്കുന്ന ഒരു ശത്രുവുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. നമ്മളാരും പള്ളി വരരുതെന്നും കുമ്പസാരിക്കരുതെന്നും നമ്മുടെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് അറിയരുതെന്നും ദൈവത്തിൻ്റെ സ്നേഹം അറിയരുതെന്നും ആഗ്രഹിക്കുന്ന ഒരു ദുഷ്ടനുണ്ട്, നമ്മുടെ ശത്രു പിശാച്. അപ്പം അവനെ ബന്ധിക്കാൻ അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗം കൊടുത്തിരിക്കുക. തൻ്റെ നാരകീയ ശക്തികളുടെ തലയെ തകർത്ത പരിശുദ്ധ കന്യ മറിയമേ. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഡെലിവറൻസ് പ്രെയർ അറിയാം. അറിയാവോ? അറിയാവോ? അറിയാം. ബന്ധന പ്രാർത്ഥന അറിയാവോ? അറിയാം. ഇതെങ്ങനെയാണ് ചെല്ലേണ്ടത്? ഇതെങ്ങനെയാണ് ചെല്ലേണ്ടത്? ഞാൻ ഈ റബ്ബർ തോട്ടത്തിൽ പോകുന്നവർക്കും അടുക്കളയിൽ പണിയെടുക്കുന്നവർക്കും വണ്ടി ഓടിക്കുന്നവർക്കും ഇത് കൈ പ്രവർത്തന നിരതമാണ്, പക്ഷെ മനസ്സ് പ്രാർത്ഥിക്കണം. കയ്യിൽ കൊണ്ട് എന്തെങ്കിലും കൊച്ചിനെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. റബ്ബർ വെട്ടാൻ പോകണം, അല്ലെങ്കിൽ തുണി അലക്കണം, അത് വിരിച്ചിടണം. ഇങ്ങനെ 100 കൈ എപ്പോഴും പ്രവർത്തന നിരതമാണല്ലോ. അപ്പോഴും ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരാനുള്ള ഒരു സൂത്രം പഠിക്കണം. ചെയ്യുമോ? ചെയ്യും. എന്താണെന്നറിയാവോ? നമ്മൾക്ക് കൊന്ത പിടിച്ച് ചെല്ലാൻ പറ്റാത്ത സാഹചര്യങ്ങളിലെല്ലാം ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുന്നതിന് മുൻപ് നമുക്ക് 1 കോടി മാലാഖമാരോട് ചേർന്ന് എന്ന് പറയണം. മനസ്സിലായോ? 1 കോടി മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ. ഒന്ന് ചൊല്ലിക്ക്, അവർക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. 1 കോടി മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പഠിച്ചില്ലേ? പരിശുദ്ധ മറിയം കൂടെ ചെല്ലണം. പഠിച്ചില്ലേ? ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നേക്കരുത്. ഇനി ഈ സാന്ത്വ ഭവനിൽ ഒറ്റയ്ക്ക് വന്നേക്കരുത്. കോടിക്കണക്ക് മാലാഖമാരെയും കൂട്ടിയേ വരാവുള്ളൂ. മനസ്സിലായോ? രാവിലെ പോരാൻ ഇറങ്ങുമ്പം പള്ളിയിൽ പോവുകയാണേലും ഇങ്ങോട്ട് വരുവാണേലും ജോലി സ്ഥലത്തേക്ക് പോവുകയാണേലും ഇങ്ങനെ നമുക്ക് കൊന്തയൊന്നും ആവശ്യമില്ല. 1 കോടി മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ, 2 കോടി മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ, 3 കോടി മാലാഖമാരോട് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ. ഇന്നെനിക്ക് 200 കോടി മാലാഖമാരോട് ചേർന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷയ്ക്ക് കയറാൻ പറ്റി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 200 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ ഈ അമ്മേനെ പ്രകീർത്തിക്കുന്നത്
200 കോടി മാലാഖമാരുടെ അഹമ്പടിയോടുകൂടി അമ്മ ഇങ്ങി വരുക. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് എവിടെ നിന്നും നമുക്ക് ചെല്ലാം. പറ്റുമോ? പറ്റും. നിങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ വീട്ടിൽ ചെല്ലുന്നതിന് മുൻപ് എത്ര കോടി മാലാഖമാരെയും കൊണ്ട് വീട്ടിലോട്ട് ചെല്ലണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാ. പഠിച്ചു. അല്ലെങ്കിൽ മറ്റവും കൂടെ വരും. ഈ മാലാഖമാരെയും കൊണ്ട് നടന്നില്ലെങ്കിൽ ആര് കൂടെ വരും? മറ്റേ പുള്ളി. കാരണം ഇത് ഒറ്റയ്ക്ക് നടക്കുന്ന കാണുമ്പോഴേ ആരെങ്കിലും കൂട്ട് വേണ്ടേ? ഇത് ഒറ്റയ്ക്ക് നടക്കുന്ന കാണുമ്പോൾ ആരെങ്കിലും ഒന്ന് കൂട്ടുകൂടാമെന്ന് കരുതി ആരെങ്കിലും കയറി വരും. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്ക് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനാനിരതരാകാൻ പറ്റും. പാത്രം കഴുകുമ്പോൾ, അടിച്ചു വാരുമ്പോൾ, റബ്ബർ വെട്ടുമ്പോൾ, ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ. നിങ്ങളിനി ഒന്ന് പരീക്ഷിച്ച് നോക്കണം, ഇത് എത്ര മാലാഖമാരുടെ കൂടെ ജീവിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ മാലാഖമാരെ വിളിക്കുമ്പോൾ അവരുടെ സാന്നിധ്യവും അവരുടെ മധ്യസ്ഥവും ദൈവസന്നിധിയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ആമേൻ. അപ്പം എന്ത് വലിയൊരു സംരക്ഷണമെന്ന് ഓർത്ത് നോക്കിയേ. ഇതാണ് സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹൃദയം ഈശോയിൽ നിന്ന് പറഞ്ഞു പോകുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥന വിട്ടുപോകുന്നില്ല, പ്രാർത്ഥന മുറിയുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ഡെലിവറൻസ് പ്രെയർ പഠിച്ചു അല്ലേ? ഇത് കുറഞ്ഞു പോയാൽ പിശാച് ഉറപ്പായിട്ടും വരും. നമുക്ക് ഭയങ്കര അഭിഷേകം കിട്ടും പ്രിയപ്പെട്ടവരെ, ഭയങ്കര സംരക്ഷണം കിട്ടും. ഒരു പിശാചിനും നമ്മുടെ നേരെ നോക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെ കാണുന്നില്ല. ആരെയാണ് കാണുന്നത്? മാലാഖമാരെയാണ് കാണുന്നത്. അത് 1-2 മാലാഖമാരല്ല, കോടിക്കണക്കിന് മാലാഖമാരോട് കൂടിയാണ് നമ്മൾ ഈ ലോകത്തിലൂടെ കടന്നു പോകുന്നത്. ഇവരുടെ ചിറകുകളിൽ ഒരു ദിവസം സംവഹിക്കപ്പെടും പിതാവിൻ്റെ സന്നിധിയിലേക്ക്. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് സ്വപ്നം കണ്ടു നോക്കിക്കേ. എൻ്റെ ആത്മാവിനെ ഞാൻ വിളിച്ചിട്ടുള്ളിടത്തോളം മാലാഖഗണങ്ങൾ വന്ന് കൊണ്ടുപോകുന്നൊരു രംഗം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കിക്കേ. ആരുടെ മുഖം തെളിയുന്നില്ലല്ലോ, ഇതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലേ? സ്വരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ മാസം ഉണ്ടല്ലോ, ഒക്ടോബർ മാസം, നമ്മുടെ ജപമാലയുടെ എണ്ണം വർദ്ധിപ്പിക്കണം. നമുക്ക് ജോലിയും പണിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സൂത്രം പറഞ്ഞു തന്നത് കേട്ടോ. രഹസ്യം ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ പോലും ഇത് നമുക്ക് പറ്റും. അത് ഉറക്കെ അങ്ങ് ചെല്ലിക്കൂ, സ്വരം കുറയ്ക്കണ്ട. ഞാൻ ഓർക്കാം, ഞാൻ കഴിഞ്ഞ ദിവസം അപ്പം ഞാൻ അടുക്കളയുടെ അങ്ങേ വശത്ത് എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിക്കകത്തുനിന്ന് ഭയങ്കര സ്വരം കേൾക്കാം. ഇതെവിടെ നിന്ന് ഈ പിള്ളേരെല്ലാം വന്നിരിക്കുന്നതെന്ന് കരുതി ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ 2 കൊച്ചുങ്ങളേ ഉള്ളൂ, 2 പിള്ളേരേ ഉള്ളൂ. അവർ ചേട്ടനും അനിയനും. ഞാൻ നോക്കുമ്പോൾ ഈ 2 പിള്ളേർ നല്ല സ്വരത്തിൽ പ്രാർത്ഥിക്കുക, സ്വരമുയർത്തി പ്രാർത്ഥിക്കുക അവർ. ആമേൻ. അതൊക്കെ പഠിക്കണം പിള്ളേർ. നമ്മൾ എന്ത് ശീലിപ്പിക്കുന്നു അത് കുഞ്ഞുങ്ങൾ ശീലിക്കും. നമ്മുടെ ഇവിടെ കഴിഞ്ഞ മാസം 160 പിള്ളേരുണ്ടായിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഈ 2 പിള്ളേർ ചെല്ലിയ സ്വരത്തിൽ ഈ 160 പിള്ളേരെ കൊണ്ട് കൊന്തയില്ലിപ്പിക്കാൻ പറ്റുന്നില്ല. മോശമല്ലേ? അപ്പോൾ വൈകിട്ട് വീട്ടിൽ കൊന്തയില്ലാനിരിക്കുമ്പോൾ സ്വരമുയർത്തി ചെല്ലിക്കേണ്ടത് ആരുടെ കടമയാണ്? ചെല്ലിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വല്ല വഴിക്കും പോയാൽ അവർ ചെല്ലുവോ? അവർ ചെല്ലിയല്ല. വൈകിട്ട് ട്യൂഷൻ, രാവിലെ ട്യൂഷൻ, പിന്നെ കൊന്തയില്ല, വിശുദ്ധ കുർബാനയില്ല. പിന്നെ ഇങ്ങനെ മൃഗങ്ങളെ വളർത്തുക. ആരെ വളർത്തുന്നേ? നിങ്ങൾ വളർത്തുന്ന ആരെയാ? മനുഷ്യരെ അല്ല. ഈ മനുഷ്യരെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ദൈവം നിക്ഷേപിച്ച ആത്മാവ് ഹൃദയത്തിലുള്ളവരെയാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഈ ആത്മാവില്ലാത്തവരെ പറയുന്നതാണ് മൃഗങ്ങൾ. അപ്പം സന്ധ്യാപ്രാർത്ഥനയില്ല, രാവിലെ വിശുദ്ധ കുർബാനയില്ല, മാതാവിനോടും ചേർത്ത് വെക്കുന്നില്ല, വിശുദ്ധ കുർബാനയോടും ചേർത്ത് വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വളർത്തുന്നത് ആരെയാ? ഉറക്കെ പറയണ്ട, കേൾക്കും വല്ലൊരു. വലത്തേറെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മാസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ജപമാല ചെല്ലുന്ന ഒരു മാസമായിട്ട് മാറി. എൻ്റെ ചാച്ചൻ മരിച്ചത് നവംബർ 9-ാം തീയതിയാണ്. ചാച്ചൻ മരിക്കുന്നതിന് തലേ ദിവസം അമ്മച്ചിയോട് പറഞ്ഞു, നീ നോക്കിക്കുക, കലണ്ടറിൻ്റെ പുറകിൽ ഞാൻ ഒക്ടോബർ മാസം മുഴുവൻ ചെല്ലിയ ജപമാലയുടെ എണ്ണം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ മരിക്കുമ്പോൾ ആ ജപമാല മുഴുവൻ മാതാവിനൊന്ന് സമർപ്പിക്കണമെന്ന്. ഹല്ലേലൂയ. അപ്പം നോക്കുമ്പം അമ്മച്ചി ചാച്ചന് ചെല്ലിയ ഓരോ ദിവസവും ചെല്ലിയ ജപമാലയുടെ എണ്ണം കലണ്ടറെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക.
അത് ഓരോ ദിവസവും. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് എടുത്ത് അമ്മച്ചി ഒരു പേപ്പറിലോട്ട് എഴുതിയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അത് അമ്മച്ചി ചാച്ചൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. അതാണ് ചാച്ചൻ ആവശ്യപ്പെട്ടത് അമ്മച്ചിയോട് അവസാനമായിട്ട് ഞങ്ങളെ കാണിച്ചു തന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് എന്താണ് നല്ല മരണം. മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നെന്ന്. ഈ മോൻ്റെ കയ്യിൽ നിന്ന് ഒരു കേക്ക് മേടിച്ച് കഴിച്ചിട്ട് ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു. ആ കിടപ്പ് ചാച്ചൻ പറന്നുപോയി. ഹല്ലേലൂയാ. കാരണം ഈ ജപമാല പ്രാർത്ഥന നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഭയങ്കരമായ കൃപയാണ്. കൃപ കുറയുന്നത് നിങ്ങളോട് ഞാൻ പലപ്പോഴും ഒരു കൗൺസിലിങ്ങിന് വന്നു കഴിയുമ്പം ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, 3-4 ആഴ്ച കൗൺസിലിങ് വചനം കേട്ട് പ്രാർത്ഥിച്ചിട്ട് എന്താണ് ഈ 3-4 ആഴ്ച കൊണ്ട് നിങ്ങൾ അഭിഷേകത്തിൽ വളരണം. പിന്നെ പെട്ടെന്ന് സൂത്രം പറഞ്ഞ് 2ാമത്തെ ആഴ്ചയിൽ കൗൺസിലിങ്ങിന് കയറി വന്നിട്ട് കൗൺസിലിങ്ങിന് ഉരുട്ടിത്തരുന്ന സാധനമല്ല എന്ത് കൃപ എന്ന് പറയുന്നത്, അഭിഷേകം എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമ്മൾ സമ്പാദിക്കുന്നതാണ്. അതുകൊണ്ടാണ് 2ാം പ്രാവശ്യവും നിങ്ങളൊരു സ്പിരിച്വൽ ഷെയറിങ്ങിന് കയറി വരുമ്പോൾ അവിടെ ഹെബ്രയേൽ ദൂതനും വരുന്നില്ല, റാഫേൽ ദൂതനും വരുന്നില്ല, റാഫേൽ മാലാഖയും വരുന്നില്ല, ആരും വരുന്നില്ല. കാരണം ദൂത് മുകളിൽ നിന്ന് വരുന്നതല്ലേ. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഒരു സന്ദേശവും കിട്ടിയില്ല. സ്പിരിച്വൽ ഷെയറിങ്ങിന് പോയിട്ട് ഒരു സന്ദേശവും കിട്ടിയില്ല. ഈ സന്ദേശം തരുന്ന മനുഷ്യരാരാ? മനുഷ്യർക്ക് ആർക്കെങ്കിലും സന്ദേശം തരാൻ പറ്റുമോ? പറ. ഏതെങ്കിലും ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ സന്ദേശം തരാൻ പറ്റുമോ? ഇല്ല. ആ മനുഷ്യനിൽ ഹെബ്രയേൽ ദൂതനോ റാഫേൽ ദൂതനോ മാതാവോ പരിശുദ്ധാത്മാവോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് സ്വീകരിക്കാവുന്ന രീതിയിൽ വചനം കേട്ട് ഈശോയെ ആരാധിച്ച് ബലിയർപ്പിച്ച് നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കണം. വലത്തുകരമുയർത്തി ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ എഴുന്നേറ്റ് നിൽക്കാവോ? നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാസമാണ്. ഇനി ഒരുപാട് കോടിക്കണക്കിന് മാലാഖമാരോട് ചേർന്ന് ഈ ഡെലിവറൻസ് പ്രെയർ ചെല്ലി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടേത്. റെഡിയാണോ? അങ്ങനെ റെഡിയാണെങ്കിൽ വലത്തുകരം ഉയർത്തി പറഞ്ഞേ ആമേൻ, ഹല്ലേലൂയ. ഒരു വചനം വായിച്ച് കേൾക്കാം. കരങ്ങൾ കൂപ്പി പിടിച്ചോ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എന്നോട് പറഞ്ഞ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. എന്നോട് പറഞ്ഞ് അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ദൈവഭക്തന്മാരുടെ മേലാണ് എന്ത് വർഷിക്കുന്നതെന്നാ പറഞ്ഞത്? കരുണ വർഷിക്കുന്നത്. ദൈവഭക്തി ഇല്ലാത്തവർ കരങ്ങൾ കൂപ്പി പിടിക്കുക, അല്ല താത്തിയിടുക. ദൈവഭക്തിയുള്ളവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഇപ്പം ഇവിടെ ദൈവം തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കാൻ പോകുക. എന്താണ് ആ വാഗ്ദാനം? തൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കും. പറഞ്ഞേ, തൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കും. തൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കും. ഇനി 2 കരങ്ങളും ഉയർത്തി വചനം നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി നിറയാൻ വേണ്ടിയിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആത്മാവേ കടന്നു വരണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ. വിശുദ്ധ കൊച്ചുത്രേസ്യ ഈശോയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? അത് വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നടക്കാൻ, വിശുദ്ധിയിലേക്ക് വളരാൻ ഏറ്റവും എളുപ്പമുള്ള വഴി പറഞ്ഞു തരാമോ? നമ്മളൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും വഴി ചോദിച്ചിട്ടുണ്ടാവും. യാത്ര ചെയ്തു പോകുമ്പോൾ, വണ്ടി ഓടിച്ച് പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ എങ്ങനെയാണ്, ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഇടത്തോട്ട് വഴി കാണും, വലത്തോട്ട് വഴി കാണും, നേരെ വഴി കാണും, താഴോട്ട് വഴി കാണും. ഇതിലേതാണ് എനിക്ക് ചെല്ലേണ്ടിടത്ത് ചെല്ലാൻ കാരണമാകുന്ന വഴി ഏതാണ്? അതാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ ഈശോയോട് ചോദിക്കുകയാണ്, ഞാൻ ഏത് വഴി തിരഞ്ഞെടുക്കണം?
ഏത് വഴി തിരഞ്ഞെടുക്കണം? ഇതുപോലെ തന്നെയുള്ളൊരു സംശയം ഈശോയോട് ശിഷ്യന്മാരും ചോദിച്ചു. അവരുടെ സംശയം എന്തായിരുന്നു അറിയാവോ? ഒരിക്കലും ഈശോയോട് അവർ ചോദിച്ചതാ, ആരാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ? ആരാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ? ഇതിന് രണ്ടും ഒരേ ഉത്തരവാണ്. ഈശോ കൊച്ചുത്രേസ്യയോട് പറയുകയാണ്, നിങ്ങളിൽ ഏറ്റവും ചെറുതായിരിക്കുന്നവനാണ് ഏറ്റവും വലിയവൻ. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് വിശുദ്ധയാകാനുള്ള വഴി ഈശോ പറഞ്ഞു കൊടുത്തു. ഒരൊറ്റ വഴിയേ ഉള്ളൂ കുഞ്ഞെ. നിനക്ക് വിശുദ്ധയാകാൻ ആഗ്രഹമുണ്ടോ? അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി എന്താണ്? ചെറുതാകുക. വഴി എന്താണ്? ചെറുതാകുക. അത് ഈശോ പറയുക മാത്രമല്ല ചെയ്തത്, ഈശോ അതാ കാണിച്ചു തന്നത്. ചെറുതാകാവുന്നിടത്തോളം ചെറുതായി. ഒരു ഗോതമ്പപ്പത്തിൻ്റെ ചെറിയ പൊടി, ഒരു തരിയായി ഈശോ ചെറുതായി. അപ്പോൾ ആ ചെറുതാകലാണ് വലുതാകലിൻ്റെ വലിയ രഹസ്യമെന്ന് ഈശോ പഠിപ്പിച്ചു, കൊച്ചുത്രേസ്യനെ പഠിപ്പിച്ചു. അവൾ അന്ന് തൊട്ട് അവൾ വലുതാകാൻ ആഗ്രഹിച്ചില്ല. എല്ലായിടത്തും അവൾ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചു? ചെറുതായാൽ മതി, എനിക്ക് ചെറുതായാൽ മതി, ചെറുതായാൽ മതി. നമ്മൾ വലിയവരെ അല്ല കരങ്ങളിലെടുക്കുന്നത്, ചെറിയവരെയാണ്. ഈശോയാണേലും നമ്മളാണേലും കുഞ്ഞുങ്ങളെയല്ല കയ്യിലെടുക്കുന്നത്, അല്ലേ? കുഞ്ഞുങ്ങളെയല്ല കയ്യിലെടുക്കുന്നത്. അപ്പോൾ ഈശോ നമ്മളെ കയ്യിലെടുക്കണമെങ്കിൽ നമ്മൾ ആരാകണം? കുഞ്ഞാകണം, ചെറുതാകണം. വെയിറ്റ് വേണ്ട. നമ്മളെയൊന്നും ആരും എടുക്കാത്ത എന്താ? എടുക്കാൻ പറ്റുമോ? പറ്റിയല്ല. കാരണം എന്താ? ഭയങ്കര വെയിറ്റാ. അപ്പോൾ വെയിറ്റ് കുറയ്ക്കണം. വെയിറ്റ് കുറച്ചിട്ട് കുഞ്ഞാകണം. അതാണ് കൊച്ചുത്രേസ്യ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം. ഇതാ, നിങ്ങൾക്ക് എന്നെ പോലെ ആകണോ? നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾക്ക് കൂപ്പി പിടിക്കാം നമുക്ക്. എൻ്റെ ഈശോയെ എന്നൊന്ന് വിളിച്ചേ. എൻ്റെ ഈശോയെ, 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 എൻ്റെ ഈശോയെ. പ്രിയപ്പെട്ടവരെ, വചനം നമുക്കൊന്ന് കേൾക്കാം. സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ്? യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, അതാണ് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഈ ശിശുവിനെ പോലെ ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എൻ്റെ നാമത്തിൽ ഒരു ശിശുവിനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അപ്പം മാനസാന്തരപ്പെട്ട് ശിശുവിനെ പോലെ ആകുക, അത് നമുക്കൊരുപാട് പഠിക്കേണ്ട വിഷയമാണ്. ശിശുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ അത് ഒത്തിരി പഠിക്കാനുള്ളൊരു വിഷയമാണ്. കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലൂടെ വിശുദ്ധ കൊച്ചുത്രേസ്യ നമ്മളെ പഠിപ്പിക്കുന്ന അത് മാത്രമാണ്. അതാണ് നമുക്കതിനിപ്പോൾ സമയമില്ലാത്ത, നമുക്ക് ശുശ്രൂഷയിൽ ആരാധനയിൽ അങ്ങ് മുന്നോട്ട് പോകാം. ഒന്ന് കരങ്ങൾ നീട്ടിപ്പിടിച്ച് സിസ്റ്റർ പറഞ്ഞു തരുന്ന പ്രാർത്ഥനയൊന്ന് ചൊല്ലി പ്രാർത്ഥിച്ച്, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇരുന്നുകൊണ്ട് നല്ല ശക്തമായിട്ടൊന്ന് സ്തുതിക്കണം. അത് കഴിഞ്ഞ് മെല്ലെ സ്വരം താത്തിക്കൊണ്ടുവരണം. എന്നിട്ട് അടുത്ത് ഇരിക്കുന്നവർക്ക് കേൾക്കാവുന്നത് പോലെയും സിസ്റ്റർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാവുന്നത് പോലെയും സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഒറ്റയ്ക്ക് വേണ്ട, കരങ്ങൾ കോർത്ത് പിടിച്ചുകൊണ്ടങ്ങ് സ്തുതിക്കാം. നമ്മളൊന്നാണ്, നമുക്ക് കരങ്ങൾ കോർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച്, ഈശോയെ, ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു, നിശാന്തമായിട്ട് സ്തുതിക്കുക. വളരെ നാളുകളായിട്ട് പഴക്കമുള്ള ഒരു തലവേദനയ്ക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുക. അത് തല വെട്ടിപ്പൊളക്കുന്നത് പോലെയാണ് ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നത്.
ആ വേദന കർത്താവ് മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. നമുക്ക് നന്ദി പറയാം. സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് അതിനുള്ള കൃപ ലഭിക്കുന്നു. പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ ഈശോ ഒത്തിരി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. ഈശോയ്ക്ക് നന്ദി പറയാം. ചങ്ക് പറിച്ചെടുക്കുന്നത് പോലെ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പുറം വേദന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. നാളുകളായിട്ട് മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് മക്കളെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. സന്ധി വേദന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു ചെവിക്ക് കേൾവിക്കുറവുണ്ടായിരുന്നു, ഇപ്പോൾ ശക്തമായിട്ട് സ്വരം അടിച്ചു കയറി സ്വരം കേൾക്കാനുള്ള സ്വരം കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. കാതുകൾ തുറന്നു കൊടുക്കുന്ന അനുഭവം ഈശോ കൊടുക്കുന്നു. ഈശോയെ നന്ദി നന്ദി. ശരി, കള്ളക്കേസിൽ നിന്ന് കർത്താവ് ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നു. ഒരു കള്ളക്കേസിൽ കുടുക്കി വല്ലാതെ പീഡിപ്പിക്കുകയായിരുന്നു, അതിൽ നിന്ന് കർത്താവ് മോചനം കൊടുത്ത ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഈശോയെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണതിൻ്റെ ക്ഷതവും പരിക്കും ഈശോ സുഖപ്പെടുത്തി കൊടുത്ത് അനുഗ്രഹിക്കുന്നു. കിഡ്നി രോഗം മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഇടുപ്പെല്ലിൻ്റെ വേദന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി നന്ദി. തലവേദന, മറ്റൊരു വ്യക്തിയുടെ കൂടെ തലവേദന പൂർണ്ണമായിട്ട് ഈശോ എടുത്ത് മാറ്റുന്നതായിട്ട് ഈശോ കാണിക്കുന്നു. ദൈവപിതാവ്, സ്വർഗീയ പിതാവ് കൈ തുറന്ന് നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതായിട്ട് കാണിക്കുന്നു. വചനത്തിൻ്റെ അഭിഷേകം ചില മക്കൾക്ക് ലഭിക്കുന്നു. 7 പേർക്ക് വലിയ കൃപയിൽ വളരാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹൃദയ തുറവി നൽകി ഈശോ അനുഗ്രഹിക്കുന്നു. കാലിൻ്റെ മുട്ടിൻ്റെ വേദന ഈശോ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് റാഫേൽ മലാഖയുടെ സാന്നിധ്യം കർത്താവ് കാണിച്ചു തരുന്നു. ഈശോയെ ഒരു വീട് വയ്ക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. 2 കുടുംബങ്ങളിൽ വലിയ സമാധാനം സ്ഥാപിക്കുന്നു കർത്താവ്. 36 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയുടെ കല്യാണം നടക്കാൻ കർത്താവ് ഇവിടെ വരുത്തുന്നു. വഴക്കടിക്കുന്ന 2 ദമ്പതികളെ രമ്യതയിലേക്ക് കർത്താവ് നയിക്കുന്നു. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രേമ കുരുക്കിൽ പെട്ടുപോയിട്ട് വിഷമിക്കുന്ന ഒരു പെൺകുട്ടിക്ക് അതിൽ നിന്ന് വിടുതൽ കൊടുത്ത കർത്താവ് അനുഗ്രഹിക്കുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ, അസമാധാനം എല്ലാം മാറ്റിയ കുടുംബത്തിൻ്റെ രമ്യത കൊണ്ടുവരുന്നു. സ്തുതിക്കുന്നു. വികാരി അച്ഛനോട് നീ രമ്യതപ്പെടുക, അപ്പോൾ നിന്റെ കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് നിന്റെ ബിസിനസ് മേഖലകളിൽ വലിയ ഉയർച്ച ഉണ്ടാകുമെന്ന് ഈശോ ഒരു വ്യക്തിയോട് പറയുന്നു. ആസ്മ രോഗിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു കോറിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെട്ട് കർത്താവ് സമാധാനം സ്ഥാപിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നന്നായി സ്തുതിച്ചേ നന്നായി സ്തുതിച്ചേ. വലിയൊരു വിജയം, ഒരു ട്രോഫി കർത്താവ് ഒരു വ്യക്തിക്ക് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു വീടില്ലാതെ വിഷമിച്ചിരുന്നു, പക്ഷേ അവർക്കൊരു വീട് കർത്താവ് ക്രമീകരിച്ച് കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പെടലി വേദന മൂലം വിഷമിക്കുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ വീട് ദൈവ ആരാധനയുടെ വേദിയായി മാറുന്നു. ഈശോ 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 ഈശോ. ആ സ്ഥലം, അവരുടെ സ്ഥലം, വീട് എല്ലാം ദൈവാരാധനയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെടുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോയെ വിവാഹം ആശീർവദിക്കപ്പെടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ക്യാൻസർ രോഗിയായിരുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അനുദപിക്കാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ കണ്ണിനുണ്ടായിരുന്ന വേദന മാറ്റി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി നന്ദി. റെജി, റോസമ്മ എന്നീ മക്കളെ പ്രത്യേകം ഈശോ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്നു. വാഴ കൃഷി നടത്തുന്ന ഒരു വ്യക്തിയുടെ കൃഷി ഇടം കർത്താവ് ആശീർവദിച്ച് കൊടുക്കുന്നു. ഈശോയെ നന്ദി നന്ദി നന്ദി. ഒരു കുഞ്ഞ് ഒരുപാട് വികൃതിത്തരം കാണിക്കുന്നത് കൊണ്ട് വിഷമിക്കുന്നു. ആ കുഞ്ഞിലേക്ക് വലിയ ശാന്തത കടന്നു വരുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. പാമ്പിനെ കണ്ട് ഭയപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കി കൊടുത്ത് സംരക്ഷണം ഏർപ്പെടുത്തുന്നു. ഒരു കാർ വാങ്ങാൻ, ഒരു കാറിൻ്റെ താക്കോല് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അലർജിയുടെ രോഗം മൂലം ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുന്ന രോഗമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. വൻകുടലിൽ കുരുക്കൾ വന്നിട്ട് രോഗിയായി കഴിയുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ബുദ്ധിമാന്ദ്യമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ധനം, പണം,
കൊണ്ടുവരരുത് എന്ന് കർത്താവ് പറയുന്നു. ജർമ്മനിയിലേക്ക് ജോലിക്കായി പോകാനുള്ള കൃപ കൊടുത്ത കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. സ്തുതിക്കുന്നു. ദമ്പതികളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദമ്പതികളെ ആശീർവദിക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുന്നു. നടക്കാൻ പറ്റാത്ത വിധം വല്ലാതെ വിഷമിക്കുന്ന ഒരു അമ്മച്ചിയുടെ കാലിന് ഈശോ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. പകർച്ചവ്യാധികളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഈശോ പറയുന്നു. നമുക്കൊന്നും കൂടെ കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാം. സ്വയേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പലഹാരമുണ്ടാക്കി ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ആ തൊഴിലിനെ കർത്താവ് ആശീർവദിച്ച് കൊടുക്കുന്നു. സ്വയേ ഒരു കൈക്ക് തളർച്ച അനുഭവപ്പെടുന്നു, ആ മേഖല കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗത്തിൽ നിന്ന് കർത്താവ് ഒരു വ്യക്തിക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അന്ധവിശ്വാസത്തിന് അടിമപ്പെടുന്ന ഒരു വ്യക്തിയോട് അതിൽ നിന്ന് പിന്മാറാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഈശോ ഇങ്ങനെ ഓരോ റോസപ്പൂക്കൾ തന്ന് നിങ്ങളെ ഓരോരുത്തരെയും ആലയത്തിലേക്ക് സ്വീകരിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. മഞ്ഞൾ കൃഷി നടത്തുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മാർട്ടിൻ എന്ന പേരുള്ള ഒരു വ്യക്തി ഈശോ അനുഗ്രഹിക്കുന്നു. ജെസ്സി എന്ന പേരുള്ള ഒരു മകളെ ഈശോ അനുഗ്രഹിക്കുന്നു. മദ്യപാനം അവസാനിപ്പിക്കാൻ അതിൽ നിന്ന് വിടുതൽ നേടാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഉപവാസവും പ്രാർത്ഥനയും ആവശ്യമാണെന്ന് കർത്താവ് ഒരു വ്യക്തിയോട് പറയുന്നു. പൈശാചിക ബന്ധനങ്ങൾ എന്നുള്ള വിടുതൽ നടക്കുന്നു പലരുടെയും ജീവിതത്തിൽ. ഈശോയെ സ്തുതിക്കുന്നു. ജപമാല കൊണ്ടുവന്ന് മാതാവ് നിങ്ങളുടെ കരങ്ങളിലൂടെ തരുന്നതായിട്ട് കാണിക്കുന്നു. ഈശോയെ കൂടുതൽ ജപമാല ചെല്ലാൻ തീരുമാനമെടുത്തൊരുങ്ങുക. വലത്ത് കാലിൻ്റെ വേദനയ്ക്ക് കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഈശോയെ പുസ്തകങ്ങൾ വായിച്ചറിവ് നേടാനുള്ള കൃപ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിൽ ഒത്തിരി അലസനായി പോകുന്ന ഒരു വ്യക്തിയോട് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. 15 പേരെയും കൂട്ടിക്കൊണ്ട് ആലയത്തിലേക്ക് വന്നൊരു വ്യക്തിയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. വിവാഹം നടത്തുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൃപ കൊടുക്കുന്നു. സുരേഷ് എന്ന പേരിലൊരു മകനെ ഈശോ അനുഗ്രഹിക്കുന്നു. ഭക്ഷണം ചോറ് കഴിക്കാൻ പറ്റത്തില്ല. ചോറ് കഴിക്കുമ്പോൾ ചില അസ്വസ്ഥതകൾ മൂലം വിഷമിച്ചിട്ട് ചോറ് നാളുകളായിട്ട് കഴിക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനുള്ള സൗഖ്യം കൊടുത്ത് ചോറുണ്ണാനുള്ള സൗഖ്യം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു. തൊണ്ടയ്ക്കുണ്ടായിരുന്ന രോഗാവസ്ഥ കർത്താവ് മാറ്റി പൂർണ്ണ സൗഖ്യം കൊടുത്ത് ഈശോ അനുഗ്രഹിക്കുന്നു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ കാരുണ്യവാനായ കർത്താവേ, ശിരസ് മുതൽ ഉള്ളം കാല് വരെ അങ്ങയുടെ തിരുരക്തം ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, വിട്ടുമാറാത്ത രോഗബന്ധനങ്ങളിൽ കഴിയുന്ന മക്കളെ അവിടുന്ന് ഒന്ന് തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്നുള്ള വചനം ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു. ഈശോയെ, യോഹന്നാന്റെ സുവിശേഷം 11:40 അഭിഷേകം വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത രോഗബന്ധനങ്ങൾ എന്നുള്ള വിടുതലിന് വേണ്ടിയിട്ട് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കൊന്നും കൂടി എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. എഴുന്നേറ്റ് നിന്ന് ഈശോയിലൊക്കെ നമുക്കൊന്നും കൂടെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യ ആരാധനയുടെ സമാപനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണല്ലോ. ദിവികാരുണ്യം നമ്മുടെ അടുത്തേക്ക് വരുന്ന നിമിഷമാണിത്. വിശുദ്ധ കുർബാനയുടെ പ്രതിഷ്ഠ നടക്കുന്ന സമയമാണിത്. നമുക്ക് ഒരുങ്ങാം അതിന് വേണ്ടിയിട്ട്. ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈശോയുടെ നേരെ തിരിഞ്ഞു നിൽക്കണം. ഈശോയോട് നമ്മൾ പ്രാർത്ഥിക്കണം, തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. ഈശോയെ തൊട്ടടുത്ത് നമുക്ക് കിട്ടുകയാണ്. ഈശോ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഈശോ ആ നിമിഷം നമ്മളെ ഓരോരുത്തരെ സ്പർശിക്കും, നമ്മളെ സുഖപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും, വലിയ അടയാളങ്ങൾ ഈശോ തരും. ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഈശോയെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. മുഴുവൻ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. കോടിക്കണക്കിന് മാലാഖമാരോട് ചേർന്ന് നമ്മൾ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തുതിപ്പ് വിടരുത്, സ്തുതിപ്പ് നിർത്തരുത്. പാട്ട് പാടുമ്പോഴും നിങ്ങളുടെ അധരങ്ങളിൽ സ്തുതിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഭാഷാവരമൊക്കെ ഉള്ളവർ ഭാഷാവരത്തിലൊക്കെ തന്നെ ഈശോയെ സ്തുതിക്കണം. ഇപ്പോഴാണ് വലിയ അഭിഷേകം നമുക്ക് കിട്ടുന്നത്, കൃപ നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന ആരാധന ആരാധന.
ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ദൈവം നിന്റെ മകനേക്ക് കടന്നു വരും. എന്റെ മകനെ മകളെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ നിന്നോട് ചോദിക്കുന്നു. നിന്റെ നിയോഗം നീ തീർപ്പിച്ച്, നിന്റെ കുടുംബത്തിലേക്ക് നീ അവനെ വിളിച്ച്, നിന്റെ ഹൃദയത്തിലേക്ക് നീ അവനെ വിളിച്ച്, എന്റെ കർത്താവേ, എന്റെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ്, എന്റെ കുടുംബത്തിന് സമാധാനം തരണമേ എന്ന് പറഞ്ഞ് സമാധാന സന്തോഷം ആത്മാവിൽ സമാധാന സന്തോഷം പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന പാലിക്കും രോഗിക്ക് സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,